അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കുറച്ച് ശ്രദ്ധയോടുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്യാമെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് എഗ് ഫ്രൈഡ് റൈസ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഞാനിവിടെ 300 ഗ്രാം അളവിൽ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അളവിൽ കുതിർക്കാൻ വെക്കണം. അതിനുശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ആ അരി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മുഴുവനായിട്ട് ഇത് വേവിക്കരുത്. നമ്മുടെ അരി ഒരു 70-80% മാത്രം കുക്കാവാൻ പാടുള്ളൂ. ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വേവിക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ അരി ഒരു 70-80% കുക്കായി വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഇത് നോക്കൂ, ഓൾറെഡി ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. നമ്മൾ ഇനി വെള്ളത്തിലൊന്നും ഇട്ട് വെക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മളിതൊന്ന് വെള്ളം പോകാൻ വേണ്ടി ഊറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ ഞാനിതുപോലെ വേവൊക്കെ നോക്കിയതിന് ശേഷം ഇത് ഊറ്റി വെക്കുന്നുണ്ട്. റൈസിൽ വെള്ളമൊക്കെ ഇപ്പോൾ നന്നായിട്ട് പോയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 മുട്ട അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഈ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇതുപോലെ ചെയ്യുമ്പോഴേക്ക് നമ്മുടെ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള മുട്ട മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടായിരുന്നു ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി ഉണ്ടാകും. ഇനി നമ്മൾ ഒരിക്കലും നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറയ്ക്കരുത്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അടുത്തായി ചേർക്കുന്നത് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടാണ്. ഇതിന് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള സവാളയുടെ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ചേർക്കുന്നത് ബീൻസാണ്. ബീൻസും ഒരു 1/2 കപ്പ് അളവിൽ ബീൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫൈനലി എല്ലാ വെജിറ്റബിൾസും കൂടി ഇതുപോലെ സോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ റൈസിൻ്റെ അളവിൽ തന്നെ വരണം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ ക്യാബേജാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം. ക്യാബേജും കൂടി ചേർത്ത് നന്നായിട്ട് ഞാനതൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റും സെയിം ക്വാണ്ടിറ്റി തന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഫൈനായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എല്ലാം നിർബന്ധമൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ക്യാപ്സിക്കം ചെറുതായിട്ട് വരുന്നതാണ്. ഇനി ഞാൻ ചേർക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടാണ്. ഇനി ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കളറൊക്കെ ഒരു ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള ആ മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളെപ്പോഴും ഗ്യാസ് സ്റ്റവിൻ്റെ ഫ്ലെയിം വെക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ റൈസും നമ്മൾ സോട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസും മുട്ടയും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ പതുക്കെ തന്നെ. നമുക്ക് ഇതുപോലെ ഒരു മരത്തിൻ്റെ തവിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. പതുക്കെ തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചോറൊക്കെ കുഴഞ്ഞു പോകും. അത് ഞാൻ ഇത്തിരി സ്പീഡിലാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 4 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന റൈസിനനുസരിച്ചാണ് ഞാൻ സോയ സോസ് ചേർത്തിട്ടുള്ളത്. നിങ്ങളെടുത്തിരിക്കുന്ന റൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന് വ്യത്യാസം വരുത്താം. അപ്പോൾ ഫൈനലി നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിഷാണ് എഗ് ഫ്രൈഡ് റൈസ്. നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് എല്ലാവർക്കും കൊടുക്കാം. ധൈര്യമായിട്ട് ഇതുണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.